ക്രീം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 8590148580. ന്യൂ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക സ്വാഗതം. എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ 2024 പറഞ്ഞു വിടാൻ ഒരുങ്ങുകയാണല്ലേ. ന്യൂ ഇയറിനെ വരവേൽക്കാം. 2025 വളരെ ഹാപ്പിയായി നമുക്ക് വരവേൽക്കാം. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയറും ആശംസിക്കുന്നു. ഞാൻ ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരു സ്കിൻ കെയർ ക്രീമിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ചെറുതായി ഒന്ന് പരാമർശിച്ചിരുന്നു. അപ്പോഴതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേരൊക്കെ ക്രീം എവിടെ ലഭിക്കും, അതിൻ്റെ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ നമ്പർ തരാമെന്നൊക്കെ റിപ്ലൈ കൊടുത്തു. പക്ഷേ ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. ക്രിസ്മസ് ആയിരുന്നല്ലോ, അതിൻ്റെ ഒരു തിരക്ക്. പിന്നെ ഇന്നലെ ക്രിസ്മസ് പിറ്റേന്ന് ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ ക്ഷീണം അങ്ങനെയൊക്കെ ആയിപ്പോയത് കൊണ്ടാണ് നമ്പർ തരാൻ വൈകിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്രീമിൻ്റെ ബോട്ടിൽ. 50 ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഹണി വാക്സ് ക്രീം. ഹണി വാക്സ് ക്രീം നിങ്ങൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ ആണെന്നുള്ളത്, ഒറിജിനൽ വാക്സ് ആണ് എന്നുള്ളത്, ഹണി വാക്സ് ആണ് എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് വലിയ തേൻ ഫാക്ടറി ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ധാരാളം തേനീച്ച പെട്ടികളുണ്ട്. പിന്നെ കുറേ കർഷകരുടെ കൂട്ടായ്മ, സംഘം, അതിൽ നിന്നുള്ള തേനൊക്കെ എടുത്തിട്ട് അവർ ആ ഫാക്ടറിയിൽ തേനിൻ്റെ പ്രോസസ്സിങ് നടത്തുന്നുണ്ട്, പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തേനിൽ നിന്നുണ്ടാക്കുന്ന ഒരു ബൈ പ്രോഡക്റ്റാണിത്, ഹണി വാക്സ് ക്രീം. തേനിൻ്റെ മെഴുകും അവിടെ ചെറുതേനും ഉണ്ട്, വൻതേനും ഉണ്ട്. അപ്പോൾ തേനെടുത്ത് കഴിയുമ്പോൾ ഒറിജിനൽ മെഴുക് അവർക്ക് സുലഭമാണ്. അപ്പോൾ അതിനകത്ത് മായമൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ കണ്ട് ബോധ്യപ്പെട്ടതാണ്. സുലഭമായി ലഭിക്കുന്ന, ധാരാളമായി ലഭിക്കുന്ന ഈ തേനിൻ്റെ മെഴുകും കോക്കനട്ട് ഓയിലും കസ്തൂരി മഞ്ഞൾ പൗഡറും മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ക്രീമാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഈസിയാണെന്ന് തോന്നും, പക്ഷേ അത് പ്രത്യേക ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളാണ് ഉണ്ടാക്കുന്നത്. ഞാനീ പറഞ്ഞ ഹസ്ബൻഡിൻ്റെ സുഹൃത്തിൻ്റെ വൈഫാണ് ഇതുണ്ടാക്കുന്നത്. അവർ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതാണ്. ഞാൻ കണ്ടതാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. കാണുമ്പോൾ തോന്നും നമുക്ക് ഉണ്ടാക്കാമെന്ന്, പക്ഷേ അത് ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. കാര്യം നമ്മളൊരു എണ്ണയൊക്കെ കാച്ചുമ്പോൾ ലാസ്റ്റത്തെ ആ ഒരു പാകം, അതിന് ഒരല്പ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മുടി ഉള്ളതും കൂടെ കൊഴിഞ്ഞു പോകും എന്ന് പറയാറുണ്ടല്ലേ. ആ പാകം കറക്റ്റായിരിക്കണ്ടേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറക്റ്റ് പാകത്തിൽ ഉണ്ടാക്കാൻ അറിയാം. അവർ 10-20 വർഷമായിട്ട് ഉണ്ടാക്കി സെയിലാക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതുവരെ വാങ്ങി ഉപയോഗിച്ചവരാരും ഇതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായം അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടൊരു ദോഷമുണ്ടായതായി പറഞ്ഞിട്ടില്ല എന്ന് അവർ 100% ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുമായി ചേർന്നുകൊണ്ട് ഈ പ്രോഡക്റ്റ് കുറച്ച് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓൺലൈനിലാണെങ്കിലും അല്ലാതെയും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് തല തൊട്ട് പാദം വരെ ആപാദചൂഡം ഉള്ള എല്ലാ സ്കിൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വലിയ സോറിയാസിസ് ഒക്കെ പോലെയുള്ള രോഗങ്ങൾ ഭേദപ്പെടും എന്ന് പറയാൻ പറ്റില്ല. സാധാരണയായിട്ട് നോർമലായിട്ടുണ്ടാകുന്ന സ്കിൻ പ്രോബ്ലംസ്, തലയിൽ താരൻ മാറും, കാലിലാണെങ്കിൽ കാലിൻ്റെ ഉപ്പൂറ്റി അല്ലെങ്കിൽ പാദത്തിന് ചുറ്റുമൊക്കെ വരഞ്ഞു കീറുന്ന രോഗത്തിന് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ്. പിന്നെ ചൂടുകുരുവിനെ പ്രതിരോധിക്കാം. ചൂടുകുരു വന്നവർക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചൂടുകുരു വന്നിട്ടേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ് അവരെന്നോട് ഷെയർ ചെയ്തത്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാര്യം ഞാനിപ്പോഴല്ലേ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. അവർ വർഷങ്ങളായി ഉണ്ടാക്കി സെയിലാക്കുന്നതായതുകൊണ്ട് അവർക്ക് ഗുണഭോക്താക്കൾ പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അതവരെന്നോട് ഷെയർ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ലിപ്പ്, നമുക്ക് ഈ മഞ്ഞുകാലമാണല്ലോ, നമ്മുടെ ലിപ്പൊക്കെ ഇങ്ങനെ വലിയും അല്ലേ, അതുപോലെ സ്കിന്നെല്ലാം ഡ്രൈ ആകും. അപ്പോൾ ആ ഡ്രൈനെസ് ഒഴിവാക്കാനായിട്ട് ഒരു മോയ്സ്ചറൈസർ ഇഫക്റ്റ് കിട്ടുന്ന ഒരു ക്രീമാണിത്. പിന്നെ ചെറിയ ബേബീസിനൊക്കെയാണ് കളർ കുറഞ്ഞവർക്ക് ഇത് ഹോൾ ബോഡി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കളറ് കൂടും എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് കൂടില്ല, ഗ്രാജുവലി ക്രമേണ കൂടും. നമ്മളൊരു 3 മാസം 6 മാസമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ കളർ തെളിഞ്ഞു വരും. എന്തായാലും തേനാണല്ലോ, നമുക്കതിന് ദോഷമില്ല എന്ന് ഉറപ്പിക്കാമല്ലോ. അത് ആണ് ഞാൻ ഇതിൽ കാണുന്ന ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്.
നമ്മൾ ഏത് ഫേസ് പാക്കൊക്കെ തയ്യാറാക്കിയാലും എല്ലാത്തിലും ഇത്തിരി ഹണി ഒഴിക്കും അല്ലേ? അപ്പം ഹണി നമ്മുടെ ആരോഗ്യത്തിന്, ഉള്ളിലേക്ക് കഴിക്കുന്നത് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ പുറമേ അപ്ലൈ ചെയ്യുന്നത് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. തീർച്ചയായിട്ടും ഉള്ളിലേക്ക് കഴിക്കുന്നതും ആരോഗ്യത്തോടൊപ്പം തന്നെ സൗന്ദര്യത്തെയും വർദ്ധിപ്പിക്കും. അതുപോലെ പുറത്തും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ മുഖക്കുരു വന്നതിൻ്റെ പാട് മാറാൻ ഒക്കെ നല്ലതാണ്. പിന്നെ ഒരു ചെറിയ പ്രായത്തിൽ, കുറച്ച് ചെറിയ ഏജിൽ തേച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു 30 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴേ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകാവുന്ന ഈ സ്കിന്നിൻ്റെ ചുളിവുകൾ, മെലസ്മ, കരിമംഗല്യം പോലെയുള്ള സ്കിൻ പ്രോബ്ലംസിനൊക്കെ തടയിടാൻ പറ്റും. ഏജിങ് പ്രോസസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും. എന്തായാലും ഏജ് ആകും, കുറേ കഴിയുമ്പം ചുക്കും ചുളിവൊക്കെ വരും, അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ നമുക്കതിനെ പ്രതിരോധിച്ച് കുറേ കാലം വരെ കൊണ്ടുപോകാൻ പറ്റും. എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു ചൂടുകുരുവോ അല്ലെങ്കിൽ മുഖക്കുരുവോ കാലുവിണ്ട് കീറുന്ന അവസ്ഥയോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണമല്ലോ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഒരെണ്ണം 1 മാസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുളി കഴിഞ്ഞിട്ട് രാത്രിയിൽ മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി എടുത്ത് കയ്യിൽ പുരട്ടി മുഖത്തേക്കൊരു മസാജ് കൊടുക്കും. അപ്പോൾ അതൊരു മോയ്സ്ചറൈസറായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. മുഖത്തും കഴുത്തിലും കയ്യിലും അപ്ലൈ ചെയ്യും. പിന്നെ രാത്രി കിടക്കാൻ നേരം ലിപ്പിലും തേക്കും. അപ്പോൾ നേരം വെളുത്ത് എണീക്കുമ്പോൾ മുഖവും ലിപ്പും ഒക്കെ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കും. ലിപ്പിൻ്റെ വലിച്ചിലൊന്നും നമുക്ക് ഫീൽ ചെയ്യുകയില്ല. ഈ മഞ്ഞുകാലത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയുടെ ഉള്ളിൽ വരയുണ്ടാവും. കാലിൽ വരയില്ല, കൈയുടെ ഉള്ളിൽ, വിരലിൻ്റെ ഉള്ളിൽ വരയുണ്ടാവും. അത് കൂടുതലും വലത് കൈയിലാണ്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി മുറിക്കുമ്പോഴും ഉള്ളി പൊളിക്കുമ്പോഴും അതിൻ്റെ ചെളിയൊക്കെ കയറി ഇരുന്നിട്ട് കൈ മഹാവൃത്തികേടായിട്ടിരിക്കും. നമ്മൾ ആൾക്കാരുടെ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ കൈ തേച്ച് കഴുകാത്തതുപോലെ വൃത്തിഹീനമായ ഒരു കൈയായിട്ട് ഫീൽ ചെയ്യും. ആ സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ അടുപ്പിലിടയ്ക്കൊക്കെ കത്തിക്കും ചോറൊക്കെ വയ്ക്കാനായിട്ടേ. എന്നിട്ട് കരിക്കലമൊക്കെ തേച്ച് കഴുകുകയും ചെയ്യുമ്പോൾ ഈ കൈ പിന്നെ കല്ലിലിട്ട് ഉരച്ച്, അന്നധികം സമയമില്ലല്ലോ ഉരയ്ക്കാനായിട്ട്, കുറച്ച് നേരമൊക്കെ ഉരയ്ക്കും, പക്ഷേ വൃത്തിയാവുകയില്ല. വലിയ സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു അത്. ഈ വർഷം പക്ഷേ എനിക്ക് ഈ മഞ്ഞുകാലം വന്നിട്ടും എൻ്റെ കൈ ക്ലീൻ ആണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു അനുഭവ സാക്ഷ്യം. പിന്നെ ഞാൻ കാലിൻ്റെ ഉപ്പൂറ്റി അരഞ്ഞു കീറുന്ന ഒരു അവസ്ഥയുള്ള, കത്തിക്ക് വെട്ടിപ്പിളർന്നത് പോലെ ഇരിക്കുന്ന ഒരവസ്ഥയുള്ള ഒരു ഫ്രണ്ടിനെ ഇത് അപ്ലൈ ചെയ്യാൻ കൊടുത്തായിരുന്നേ. അപ്പോൾ ആദ്യം ഞാൻ ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 3 ആഴ്ചയോളം അവൾ അപ്ലൈ ചെയ്തു. അതിന് ശേഷമുള്ള മാറ്റവും ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ കാലിൻ്റെ ചുവട്ടിൽ, പാദത്തിന് ചുറ്റും എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും മാറാത്ത അലർജിയുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി. അവളിങ്ങനെ ഷൂസൊക്കെ ഇട്ടാണ് പുറത്തിറങ്ങുന്നത്. പൊടിയൊക്കെ കയറിയാൽ ഭയങ്കര അലർജിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ എടുക്കുന്നതെന്ന്. അപ്പോൾ ഒരു നിരാശാഭാവത്തിലോ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൾക്ക് ഞാനിത് കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. അവളൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടപ്പോൾ ഒരു ഓയിൻമെൻറ്റ് കൊടുത്തു. ഓയിൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യമാണ് എന്നെ അതിശയിപ്പിച്ചത്. അതായത് അത് കൂടിയ തോതിൽ സ്റ്റിറോയിഡ് ഉള്ള ഒരു ഓയിൻമെൻ്റ് ആണെന്നും ആകെ 3 തവണ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് ആ ട്യൂബിൽ ഓയിൻമെൻറ്റ് ദൂരെ കളഞ്ഞേക്കണമെന്ന് പറഞ്ഞു. കാരണം അത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഇറിറ്റേഷനോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതൊന്ന് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ കയ്യെത്തും ദൂരത്ത് ഈ ഓയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ പിന്നെയും പോയി എടുത്ത് അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അത്രയധികം സ്റ്റിറോയിഡ് അടങ്ങിയതായതുകൊണ്ട് അത് ലിവറിനെയും കിഡ്നിയെയും ഒക്കെ ബാധിക്കും. അതുകൊണ്ട് അത് 3 തവണ അപ്ലൈ ചെയ്തിട്ട് ദൂരെ കളയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവൾ 3 തവണയെ അപ്ലൈ ചെയ്തുള്ളൂ. അതിനുശേഷം പേടിച്ചിട്ട് ആ ട്യൂബോടെ ദൂരെ കളയുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കുറച്ചൊരാശ്വാസമുണ്ട്, പക്ഷേ പൂർണ്ണമായി മാറിയിട്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ക്രീം അവൾക്ക് ഒന്ന് സാമ്പിളായിട്ട് നീ അപ്ലൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്രയും ഒരു ഇതായിട്ടിരിക്കുന്ന കാൽപാദമായതുകൊണ്ട് മുഴുവൻ ഭാഗത്തും അപ്ലൈ ചെയ്യണ്ട, ഇത് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി നീ കുറച്ചൊരു ഏരിയയിൽ മാത്രം ഒരാഴ്ച അടുപ്പിച്ച് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് റിസൾട്ട് പറയണമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ അവൾക്ക് നല്ല സന്തോഷം. അവൾ പറഞ്ഞു ടീച്ചറെ നല്ല വ്യത്യാസമുണ്ട്, ഞാൻ ഒരാഴ്ച കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ടീച്ചർ വന്നിട്ട് ഫോട്ടോ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. കാലൊക്കെ സ്കിന്നൊക്കെ ചൊറിഞ്ഞിട്ട് കറുത്ത് കിടക്കുന്ന ഒരു ഫോട്ടോയാണ്. ആകെ വിഷമിച്ചിട്ട് അവൾ ബസ്സിലൊന്നും പോകാറില്ല, പബ്ലിക് പ്ലേസിലൊന്നും അങ്ങനെ പോകാറില്ല.
പൊടിയടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഷൂസ് ഇട്ട് ഹസ്ബൻഡിൻ്റെ വണ്ടിയിൽ മാത്രമാണ് പോകുന്നത് എന്നും പറഞ്ഞ് അത്രയും ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു മോളാണ്. അപ്പോൾ അവൾക്കും ഇത് ഉപയോഗിച്ചിട്ട് ഗുണം കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഇഫക്റ്റീവായിട്ടുള്ള സ്കിന്നിനെ നറിഷ് ചെയ്യുന്ന, സ്കിന്നിനെ പല ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഒരു കിടിലൻ പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. ഹണി വാക്സ് ക്രീം എന്നാണ് ഇതിൻ്റെ പേര്. ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം. ഞാൻ കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയിൽ കൊടുക്കാം. കോണ്ടാക്റ്റ് ചെയ്താൽ ദൂരെയുള്ളവർക്കാണെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ കൊറിയറായി അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും യൂസ്ഫുള്ളായി തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ. ക്രീം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. 8590148580.